ആരെയാണോ നമ്മൾ കൂടുതൽ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്, അവരിൽ നിന്നാകും ചിലപ്പോൾ കൂടുതൽ വേദനയും അവഗണനയും നേരിടേണ്ടി വരുന്നത്. പ്രിയപ്പെട്ടവരിൽ നിന്ന് പരിഗണന ലഭിക്കാതെ വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നത് അവരോടുള്ള ദേഷ്യമല്ല, നേരെമറിച്ച് സ്വന്തം ജീവിതത്തോടുള്ള മടുപ്പാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പദ്ധതികൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുക. കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റാതെ ചുമതല തുടരുക എന്നതാണ് ഏറ്റവും ലളിതമായ നിർദ്ദേശം. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരഞ്ഞു പോകരുത്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ എത്ര കഷ്ടപ്പെടലുണ്ടെങ്കിലും നിങ്ങളെ കൈവിടില്ല, നിങ്ങളുടെ കൂടെയുണ്ടാവും. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുക. ചിലരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്നറിയുമ്പോൾ അവർ നമുക്ക് നൽകുന്ന പ്രതിഫലത്തിൻ്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ. നമ്മളെ വേദനിപ്പിച്ചവരോടുള്ള പ്രതികാരം കാലത്തിനു വിടുക. നമ്മൾ മറന്നാലും കാലം അത് ഭംഗിയായി നിർവഹിക്കുന്നതിന് സാക്ഷികളാകാം. നിനക്കെതിരെ എറിയുന്ന കല്ലുകളെടുത്ത് തിരികെ എറിയരുത്. കൂട്ടിവെച്ച് അതിന് മുകളിൽ കയറി നിൽക്കണം. എന്നിട്ട് എറിഞ്ഞവരെ നോക്കുക. അവർ ഒരുപാട് താഴെയും പ്രതികരിക്കാത്ത നീ അവരിൽ നിന്ന് ഒരുപാട് മുകളിലും എത്തിയിട്ടുണ്ടാകും. മുഖത്തു നോക്കി സത്യം പറയുന്നവരെ നാം വെറുക്കും. എന്നാൽ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരെ നാം സ്നേഹിക്കും. അതാണ് ഈ ലോകം. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഒരിക്കലും വിശ്വാസത്തെ തകർക്കരുത്. കാരണം ക്ഷമിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ മറക്കുന്നതും വീണ്ടും വിശ്വസിക്കുന്നതും ചിലപ്പോൾ അസാധ്യമാണ്. നിങ്ങളുടെ ചിന്താഗതികളും സ്വപ്നങ്ങളുമാണ് നിങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം മുന്നോട്ടു പോകുമെന്ന് തീരുമാനിക്കുന്നത്. ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകമാണ്. താളുകൾ എത്ര മറിച്ചാലും നാളെ എന്തെന്ന് അറിയാൻ കഴിയാത്ത ഒരു പുസ്തകം. ഒരു വാക്കായാലും ഒരു പുഞ്ചിരിയായാലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റി വയ്ക്കാതിരിക്കുക. പിന്നീട് കൊടുക്കാൻ നമ്മളും വാങ്ങിക്കുവാൻ അവരോ ഉണ്ടായിരിക്കണം എന്നില്ല. സന്തോഷം നമുക്ക് ആരോട് വേണമെങ്കിലും പങ്കിടാം. പക്ഷേ മനസ്സിലെ സങ്കടങ്ങൾ നമുക്ക് ചിലരോട് മാത്രമേ പങ്കിടാൻ സാധിക്കൂ. നമ്മുടെ മനസ്സ് മനസ്സിലാക്കിയ ആത്മാർത്ഥ സൗഹൃദങ്ങളോട്. നിങ്ങളെ വിശ്വസിക്കാത്ത മനുഷ്യർക്ക് വേണ്ടി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തരുത്. അവരെ അവരുടെ വഴിക്ക് തന്നെ വിട്ടുകളയുക. ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എന്താണോ പറ്റുന്നത് അത് ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല. പകരം നിങ്ങൾ ഒരു തവണ പോലും പരിശ്രമിച്ച് നോക്കാതെ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെക്കുറിച്ച് ഓർത്തു നോക്കുക. യാചിക്കുന്തോറും വില ഇല്ലാതാകുന്ന ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ, അതാണ് സ്നേഹം.